സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ദിമാസ് എന്ന് പറയുന്ന ഒരാള് തന്റെ ഭാര്യയോടൊത്ത് വളരെ വിഷമിച്ചിരിക്കുന്നതാണ്. ഇവരുടെ മകളായിട്ടുള്ള റാണിയെ ഒരുപാട് ദിവസമായിട്ട് കാണാനില്ല. എല്ലാവരും പറയുന്നത് ആ പെൺകുട്ടി മരിച്ചു പോയെന്നാണ്. അങ്ങനെ ഈ ഭാര്യയും ഭർത്താവും കൂടി ചേർന്നിട്ട് ജയിലങ്കുങ് എന്ന് പറയുന്ന പാവയെ എടുക്കുന്നു. പാവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു പോയവരുമായിട്ട് അല്ലെങ്കിൽ ദുഷ്ടാത്മാക്കളുമായിട്ടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ജയിലങ്കുങ് എന്ന് പറയുന്ന ഈ ഒരു പാവയുടെ തലയിൽ നിന്നും ഒരു കടലാസ് കഷ്ണം ഇവരെടുക്കുന്നു. അതിനുള്ളിൽ ഒരു മന്ത്രമുണ്ടായിരുന്നു. ആ മന്ത്രം ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഉച്ചരിക്കുന്നു. അതിന്റെ മലയാളം ഞാൻ പറയാം. ജലങ്കുങ് ജലങ്കുങ് എന്ന് 2 പ്രാവശ്യം ഇവർ പറയും. അതിനുശേഷം ഇവിടെ ഒരു പാർട്ടിയുണ്ട്, ഒരു ചെറിയ പാർട്ടി, ഇങ്ങോട്ടേക്ക് വാ. 2 പ്രാവശ്യം ഇവരിത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം ഈ ഒരു ജയിലങ്കുങ് പാവ തനിയെ മേശപ്പുറത്ത് നിൽക്കുകയും അതിന് എന്തൊക്കെയോ മാറ്റങ്ങൾ വരാനും തുടങ്ങുന്നു. അതിങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും പേടിച്ചു വിറച്ച് അതിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവരുടെ മകളെ കണ്ടെത്തണം, അതുമാത്രമാണ് ഇവരുടെ ചിന്ത. ഇവരുടെ മകളായിട്ടുള്ള റാണി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വരുമല്ലോ. അതുകൊണ്ടാണ് ദിമാസ് ഈ ഒരു വഴി തിരഞ്ഞെടുത്തത്. ജയിലങ്കുങ് പാവ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം തന്നെ ഇവരിയ്ക്കുന്ന മുറിയുടെ അങ്ങേ മൂലയ്ക്കായിട്ട് എന്തോ ഒരു പോർട്ടൽ തുറന്നു വരുന്നത് ഇപ്പൊ നമ്മുടെ ദിമാസ് കാണുന്നു. അതിനുള്ളിലേക്ക് ദിമാസ് പോവുകയാണ്. ഭാര്യ തടയുന്നുണ്ടെങ്കിലും അവൻ തന്റെ മകളെ കണ്ടെത്താനാവും എന്ന് വിചാരിച്ച് അതിനുള്ളിലേക്ക് കടക്കാനായിട്ട് നിൽക്കുമ്പോ തന്നെ 2 കൈകൾ വന്നിട്ട് അവനെ പിടിച്ചു വലിച്ച് അതിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് കണ്ട ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ കരച്ചില്. അപ്പോ ദേ നമ്മുടെ ദിമാസ് തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ അവന്റെ കഴുത്തൊക്കെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അധികം വൈകാതെ തന്നെ ദിമാസ് മരണപ്പെടുകയും ചെയ്തു. ആ ഒരു സീന് അവിടെ കട്ടാവുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ഫാമിലിയാണ്. അവരിപ്പോ ഒരു ചെറിയ ഫാമിലി ട്രിപ്പൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആഡ്രിയാനും കുടുംബവും. ദേ ഇതാണ് ആഡ്രിയാൻ. ആഡ്രിയാന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് അവന്റെ മകനായിട്ടുള്ള കിനാൻ. വണ്ടിക്കൊരു പഞ്ചർ കിട്ടി, അതൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഡ്രിയാന്റെ ഭാര്യയുടെ പേര് സാന്ദ്ര എന്നാണ്. അഡ്രിയന് ഒരു മകൾ കൂടിയുണ്ട്. അവളുടെ പേരാണ് നിക്കി. നിക്കി ആകട്ടെ ഇവരുടെ അടുത്തൊന്നും നിൽക്കാതെ ഏതോ ഒരു ജീവി ചത്ത് മലച്ചു കിടക്കുന്നതൊക്കെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. നിക്കിക്ക് ഈ ഒരു ഫാമിലി ട്രിപ്പ് ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കിയിട്ടുള്ള സാന്ദ്രയും അഡ്രിയാനും ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവളെ ഇപ്പൊ ഒന്ന് സന്തോഷിപ്പിക്കുക? നിങ്ങൾ അവളോട് സംസാരിക്കുക. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. മനോഹരമായിട്ടുള്ള ഒരു തടാകം കാണാനാണ് ഇവരിപ്പോ യാത്ര തിരിച്ചിരിക്കുന്നത്. ഒരു ഡാമിന്റെ സൈഡിലേക്ക് എത്തിയപ്പോ വലിയ വാഹനങ്ങൾ പോകാതിരിക്കാനായിട്ട് ഒരു ചെറിയ കവാടം അവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അടുത്ത മാസമാണ് നിക്കിക്ക് ക്ലാസ് തുടങ്ങുന്നത്. അതിനുശേഷം അവൾ ഈ ഒരു നാട്ടിൽ നിന്ന് തന്നെ പോവും. പിന്നെ ഫാമിലി ട്രിപ്പും കാര്യങ്ങളൊന്നും നടക്കില്ല. തടാകത്തിലേക്ക് എത്തിയപ്പോ തന്നെ ആഡ്രിയൻ മകളോട് പറയുന്നുണ്ട്, നിനക്ക് അടുത്ത മാസം ക്ലാസ് തുടങ്ങില്ലേ, പിന്നെ നമ്മള് ഒരുമിച്ച് ഇങ്ങനൊരു യാത്ര ഒന്നും നടക്കില്ലല്ലോ. അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് മോളെ നിർബന്ധിച്ചത്. എന്തായാലും നീ ദേഷ്യമൊന്നും അമ്മയുടെ അടുത്തും അവന്റെ അടുത്തും കാണിക്കണ്ട. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ആഡ്രിയന്റെ ഭാര്യയായിട്ടുള്ള സാന്ദ്ര ഗർഭിണിയാണ്. അനിയൻ ചെക്കനായിട്ടുള്ള കിനാൻ പൊട്ടിത്തെറിച്ചൊരു സാധനാണ്. എങ്ങോട്ടെങ്കിലൊക്കെ ഓടിപ്പോവും. ഇവനെ നോക്കാനായിട്ട് നിക്കിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ചെക്കനാണെന്നുണ്ടെങ്കിൽ ഓടടാ ഓട്ടം. അങ്ങനെ ഓടി ഓടി ആ കാട്ടിന്റെ നടുവിലായിട്ട് ഒരു ബാത്റൂം ഒക്കെ ഇപ്പൊ നമ്മുടെ നിക്കി കാണുന്നുണ്ട്. തടാകത്തിന്റെ അങ്ങേയറ്റത്തേക്കാണ് കിനാൻ ഓടിപ്പോയത്. എന്നിട്ട് അവന്റെ ഫോൺ ഉപയോഗിച്ചിട്ട് വ്ളോഗൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം പിടിച്ച നമ്മുടെ നിക്കിയാണെന്നുണ്ടെങ്കിൽ അവനോട് പറയുന്നുണ്ട്, നീ ഇവിടെ തന്നെ നിൽക്കണം, എങ്ങോട്ടും പോകരുത്, ഞാനൊന്ന് ബാത്റൂമിലേക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നേരത്തെ കണ്ട ബാത്റൂമിലേക്ക് അവള് കയറിപ്പോകുന്നു. വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കിനാൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവന്റെ പുറകിലായിട്ട് എന്തോ തരത്തിലുള്ള ഒരു രൂപത്തെ കണ്ട് ഭയപ്പെടുന്നു. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി. പക്ഷെ അവിടെ ഒന്നും തന്നെ കാണാനില്ല. അപ്പോഴാണ് ഈ ഒരു തടാകത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പൊന്തി വരുന്നത്. അത് മറ്റാരുമല്ല മിസ്റ്റർ സാർണോ ആയിരുന്നു. അയാള് മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. മോനെന്താ ഇവിടെ നിൽക്കുന്നേ? നേരം ഒരുപാട് വൈകിയല്ലോ, ഇനി ഇവിടെ നിൽക്കണ്ട, വേഗം തിരിച്ചു വെക്കോ, ഞാൻ നിന്നെ കൊണ്ടാക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞ് കിനാൻ ഇപ്പോ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് തിരിച്ചു പോവുകയാണ്. പക്ഷെ വഴി കറക്റ്റായിട്ട് അവന് മനസ്സിലാവുന്നില്ല. അപ്പോഴും അവന്റെ പുറകിലായിട്ട് എന്തോ തരത്തിലുള്ള രൂപമുണ്ട്. ഫോണിന്റെ ഫ്ലാഷ് ഒക്കെ ഓണാക്കിയിട്ട് അവൻ മുന്നോട്ടേക്ക് നടക്കുമ്പോ ഈ ഒരു ജയിലങ്കുങ് എന്ന് പറയുന്ന പാവയെ വഴിയിൽ വെച്ചിട്ട് അവന് കിട്ടുകയാണ്. കയ്യിലെടുത്ത് നോക്കിയ ആ നിമിഷം തന്നെ അവിടുത്തെ അന്തരീക്ഷമാകെ മാറുകയും എന്തോ ഒന്ന് വന്ന് കിനാനെ കാലിൽ പിടിച്ച് വലിച്ചിഴച്ച് എങ്ങോട്ടേക്കോ കൊണ്ടുപോവുകയാണ്. ഈ സമയം നിക്കിയാകട്ടെ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കിനാൻ നിന്നിരുന്ന ആ ഒരു സ്ഥലത്തൊക്കെ അവള് പോയി നോക്കി. പക്ഷെ എവിടെയും അവനെ കണ്ടെത്താനായില്ല. ശേഷം അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് അവൻ പോയിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് അവരുടെ അടുത്തേക്ക് പോയി നോക്കിയപ്പോ കിനാനെ അവിടെ എങ്ങും കാണാനില്ല. അവന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോ അത് സ്വിച്ച് ഓഫ് ആണ്. ഞാനും മോളും നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്രയോട് വണ്ടിയിൽ കയറിയിരിക്കാൻ പറയുകയാണ് ആഡ്രിയാൻ. അച്ഛനും മോളും അരിച്ചു പെറുക്കി. കിനാന്റെ പൊടി പോലും കണ്ടെത്താനായില്ല.
അങ്ങനെ അധികാരികളൊക്കെ വിവരമറിയിച്ചു. അവരെല്ലാവരും എത്തി ഇപ്പൊ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കനത്ത മഴയായത് കാരണം ഇവർ വണ്ടിക്കുള്ളിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് മജീദ് എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടർ ഇവരെ കാണാനായിട്ട് വരുന്നത്. പുള്ളിക്കാരൻ ഇവരോട് സംസാരിക്കുമ്പോൾ തന്നെ യാതൊരുവിധ പ്രതീക്ഷയും ഇനി കൊടുക്കണ്ട, നിങ്ങളുടെ മകൻ മരിച്ചു പോയിട്ടുണ്ടാകും എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം. ഇത് കേട്ട നമ്മുടെ അഡ്രിയന് ദേഷ്യം പിടിച്ചു. എന്റെ മകന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, നിങ്ങൾ കരയിൽ നോക്കാതെ ഈ ഒരു തടാകത്തിൽ നോക്കിയിട്ട് യാതൊരുവിധ കാര്യവുമില്ല, എന്റെ മകനെ കാണാതായത് കരയിൽ വെച്ചാണ്. ഇത് കേട്ട മജീദ് ആകട്ടെ ആഡ്രിയനോട് സോറി പറയുകയും കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെയൊക്കെ വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്റെ റെസ്റ്റ് ഹൗസിലേക്ക് വരണം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ മജീദ് ഇവരെയും കൊണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോകുന്നു. മജീദ് കിനാൻ മരിച്ചെന്നുള്ള രീതിയിൽ സംസാരിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് കുട്ടികളെ ഇതിനു മുമ്പ് അവിടെ വെച്ച് കാണാതായിട്ടുണ്ട്, അവരെ ആരെയും തന്നെ ജീവനോടെ തിരികെ ലഭിച്ചിട്ടില്ല. ആ റെസ്റ്റ് ഹൗസിലെ മജീദിനെ കൂടാതെ മജീദിന്റെ ബന്ധുവായിട്ടുള്ള ഇക്കാളും ഉണ്ടായിരുന്നു. അവനിപ്പോ എല്ലാവരെയും പരിചയപ്പെടുന്നു. ശേഷം ഇവർക്ക് താമസിക്കാനുള്ള മുറിയൊക്കെ ഒരുക്കി കൊടുക്കുന്നത് ഇക്കാളാണ്. നിക്കിയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ ഇക്കാള് പറയുന്നുണ്ട്, നാളെ തന്നെ നിങ്ങളുടെ അനിയനെ കിട്ടും, നിങ്ങൾ പേടിക്കണ്ട, കിടന്നോളൂ എന്നും പറഞ്ഞ് അവൻ പോയി. മറുവശത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന സാന്ദ്രയെയും അഡ്രിയനെയും ഇപ്പൊ മജീദ് സമാധാനിപ്പിക്കുകയാണ്. റെസ്ക്യൂ ടീം ഇപ്പോഴും തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരപ്പ തന്നെ വിളിക്കും. നിങ്ങൾ ഇപ്പൊ പോയിട്ട് റെസ്റ്റ് ചെയ്യൂ, നാളെ നമുക്ക് ഒരുമിച്ച് കിനാനെ തിരയാനുള്ളതാണ്, അപ്പൊ നിങ്ങൾക്ക് ഒട്ടും തന്നെ എനർജി ഉണ്ടാവില്ല. അത് കേട്ട രണ്ടുപേരും ഇപ്പൊ പോയി കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ സാന്ദ്രയാകട്ടെ എന്തോ ശബ്ദം കേട്ട് ഞെട്ടിയുണരുന്നു. നോക്കുമ്പോ ഇവരുടെ മകനായിട്ടുള്ള കിനാനെയാണ് ഫ്രണ്ടിൽ കാണുന്നത്. അവന്റെ തലയൊക്കെ ദേ ഇപ്പൊ തിരിഞ്ഞിട്ടുണ്ട്. ഇത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നൊന്നും തന്നെ സാന്ദ്രയ്ക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. തന്റെ മകനാണ് ഇതെന്ന് മനസ്സിലായതോട് കൂടിയിട്ട് അവന്റെ അടുത്തേക്ക് അവൾ പോകാനായിട്ട് തീരുമാനിക്കുന്നു. പക്ഷെ പിന്നീട് അവൾ ഞെട്ടിയുണർന്നു. അത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു. അഡ്രിയൻ ആകട്ടെ നെഞ്ചത്ത് ഫോണും വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഏത് സമയമാണ് ഈ ഒരു റെസ്ക്യൂ ടീം അവരെ വിളിക്കുകയെന്ന് അറിയില്ലല്ലോ. അടുത്ത ദിവസം തന്നെ എല്ലാവരും ആഞ്ഞു ശ്രമിക്കുന്നുണ്ട് കിനാനെ കണ്ടെത്താനായിട്ട്. എല്ലാവരും ഓരോരോ വഴിക്ക് പോയി. സാന്ദ്രയും നിക്കിയും ഇക്കാളും ഇപ്പൊ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ക്ഷീണിച്ച നമ്മുടെ സാന്ദ്രയെ ഇരുത്താനായിട്ട് അവർ കാടിന് നടുവിലായിട്ടുള്ള ഒരു വീട് കണ്ടുപിടിച്ചു. സജീന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീടായിരുന്നു അത്. അവര് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഇവരെ 3 പേരെയും ആ ഒരു വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ആ തടാകത്തിന്റെ അടുത്ത് നിന്നും ഒരുപാട് ദൂരം ഇവരിപ്പോ നടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇനി തിരിച്ചു പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാന്ദ്രയ്ക്ക് പറ്റില്ല, കാരണം അവൾ ഗർഭിണിയായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇപ്പൊ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീടിന്റെ പുറകുവശത്തേക്ക് വണ്ടി വരും. അങ്ങനെ നമ്മുടെ നിക്കിയും അതുപോലെ തന്നെ ഇക്കാളും കൂടി ചേർന്നിട്ട് വണ്ടി എടുത്ത് ഇങ്ങോട്ടേക്ക് വരാം. ഈ ഒരു സാന്ദ്രയോട് ഇവിടെ തന്നെ ഈ ഒരു അമ്മയുടെ അടുത്ത് ഇരിക്കാനായിട്ട് ഇവര് പറയുകയാണ്. നിക്കിയും ഇക്കാളും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ചു ദൂരം മുന്നോട്ടേക്ക് നടന്നപ്പോൾ തന്നെ കനത്ത മഴ പെയ്യാനായിട്ട് ആരംഭിച്ചു. അതിന്റെ ഇടയിൽ നിക്കിയാകട്ടെ ഒരു ഫോൺ ട്രാക്കർ ഉപയോഗിച്ചിട്ട് തന്റെ അനിയനായിട്ടുള്ള കിനാന്റെ ഫോണ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. നമുക്ക് എന്തായാലും അവിടെയും ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നിക്കിയും ഇക്കാളും കൂടി ചേർന്ന് അങ്ങോട്ടേക്ക് പോകുന്നു. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോ തന്നെ ജയിലങ്കുങ് എന്ന് പറയുന്ന ആ ഒരു പാവയുണ്ടല്ലോ, അതിനെ ഇപ്പൊ അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതപ്പം തന്നെ നമ്മുടെ നിക്കി എടുത്ത് ബാഗിലേക്ക് വെച്ചു. തൊട്ടടുത്ത നിമിഷം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കുഴിയിൽ നിന്ന് തന്റെ അനിയന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്നാണ് ഇപ്പൊ നമ്മുടെ നിക്കി പറയുന്നത്. അങ്ങനെ അവള് ആ ഒരു കുഴിയിലേക്ക് കൈയിടുന്നു. അതിനുള്ളിലായിട്ട് തന്റെ അനിയൻ ഉണ്ടാവുമെന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷെ മറ്റെന്തോ ഒരു ജീവി വന്നിട്ട് അവളുടെ കയ്യിൽ പിടുത്തമിടുകയാണ്. ഒരു വിധത്തിലാണ് ആ ഒരു കൈ അവൾ അവിടെ നിന്നും എടുക്കുന്നത്. രണ്ടുപേരും പേടിച്ചു വിറച്ചാണ് തടാകത്തിന്റെ അടുത്തേക്ക് എത്തുന്നത്. അമ്മ ആ ഒരു വീട്ടിലുണ്ടെന്നും അമ്മയെ വിളിക്കാനായിട്ട് നമുക്ക് പോകാമെന്നുമാണ് ഇപ്പൊ അച്ഛനോട് അവൾ പറയുന്നത്. കാടിന് നടുവിലായിട്ടുള്ള ആ ഒരു വീട്ടിൽ നിന്നും ഇപ്പൊ സാന്ദ്രയും കൂട്ടിയിട്ട് ഇവര് വാനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള വീടുകളിലുണ്ടായിരുന്ന എല്ലാ മാതാപിതാക്കളും വൈകുന്നേരം ആയി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ എല്ലാവരെയും വീട്ടിലേക്ക് കയറ്റുന്നു. ഇൻസ്പെക്ടർ മജീദിന്റെ ഓഫീസിലേക്ക് എത്തിയപ്പോ ഈ ഒരു മജീദ് പറയുന്നുണ്ട്, ഇതിനു മുമ്പും ഇവിടെ ഒരുപാട് കുട്ടികളെ കാണാതായിട്ടുണ്ട്, അവരെ ഒന്നും തന്നെ ജീവനോടെ കണ്ടെത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് നിങ്ങളുടെ മകനായിട്ടുള്ള കിനാനെ എന്തായാലും ജീവനോടെ കിട്ടും, നിങ്ങൾ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മജീദ് ആശ്വസിപ്പിക്കുന്നു. ഇതേ സമയം ഇക്കാളും നമ്മുടെ നിക്കിയും കൂടി ചേർന്നിട്ട് ഇപ്പൊ ഒരു കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. മറ്റാർക്കുമല്ല, രാമ എന്ന് പറയുന്ന അവന്റെ സുഹൃത്തിനാണ്. ജയിലങ്കുങ്ങിനെ പറ്റിയിട്ടും പ്രേതങ്ങളെ പറ്റിയിട്ടും നല്ല അറിവാണ് രാമയ്ക്കുള്ളത്. ആ ഒരു പാവ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും തമാശ കളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ ഒരു വീഡിയോ കോളിൽ നിന്നും പോകുന്നു. ഇവരങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു വീഡിയോ കണ്ടു, അതും ഈ ഒരു തടാകത്തിനെ പറ്റിയിട്ട്. നമ്മുടെ കിനാൻ എക്സാക്ട്ലി നിന്നിരുന്ന ആ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, ആ വീഡിയോയിൽ കാണുന്ന പിള്ളേര്
അവിടെ നിന്നിട്ട് ഇതേപോലെ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആ ഒരു വീഡിയോയിൽ തന്നെ ഈ ഒരു പ്രേതത്തിന്റെ രൂപത്തെ അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണെന്ന് ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. എത്രയും പെട്ടെന്ന് അനിയനെ കണ്ടെത്തണം. മറുവശത്ത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിക്കിയുടെ അമ്മയായിട്ടുള്ള സാന്ദ്ര ഉറക്കം കിട്ടാതെ ഇപ്പൊ നിക്കിയുടെ റൂമിലേക്ക് പോയി നോക്കുന്നുണ്ട്. നിക്കി അവിടെ മൂടി പുതച്ച് കിടക്കുന്നതാണ് ഇപ്പൊ സാന്ദ്രയ്ക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിക്കിയുടെ ഫോൺ കോള്. അവൾ ഇപ്പോഴും പുറത്താണെന്നും ഇക്കാൾ എന്റെ കൂടെ ഉണ്ടെന്നും എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അപ്പൊ ഈ ഒരു ബെഡിൽ കിടക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? പേടിച്ച് വിറച്ചിട്ടാണെന്നുണ്ടെങ്കിലും സാന്ദ്ര പതിയെ ആ ഒരു പുതപ്പെടുത്ത് മാറ്റി. അതിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ നേരത്തെ ആരോ അതിനുള്ളിൽ കിടന്നിട്ടുണ്ടായിരുന്നെന്നും അവൾക്ക് അറിയാം. ബാത്റൂമിൽ നിന്നും കിനാന്റെ സൗണ്ട് കേട്ടിട്ട് അവൾ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. അവിടെ മൊത്തം രക്തം തളം കെട്ടിക്കിടക്കുന്നുണ്ട്. അങ്ങേ മൂലയ്ക്കായിട്ട് ഒരു പ്രേതം വന്നിട്ട് കിനാന്റെ തോളത്ത് കയറിയിരുന്നിട്ട് അവനെ ഉപദ്രവിക്കുകയാണ്. ഇത് കണ്ട സാന്ദ്രയാകട്ടെ അലമുറയിട്ട് കരയാൻ തുടങ്ങി. അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടേക്ക് എത്തി എന്താ കാര്യമെന്ന് തിരക്കുന്നു. താൻ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ സാന്ദ്ര എല്ലാവരോടും പറഞ്ഞു. പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു വിശ്വാസവും നമ്മുടെ ആഡ്രിയാന് ഉണ്ടായിരുന്നില്ല. എല്ലാം നിന്റെ തോന്നല് മാത്രമാണ്. നമുക്ക് നമ്മുടെ മകനെ തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും. നീ സമാധാനപ്പെട് എന്നും പറഞ്ഞ് ആഡ്രിയാൻ അവളെ സമാധാനിപ്പിക്കുന്നു. അടുത്ത ദിവസം തെരച്ചിലായിട്ട് ഇറങ്ങിയപ്പോ സജീന എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ വീണ്ടും നമ്മുടെ സാന്ദ്ര കണ്ടുമുട്ടി. ഈ സമയം ആഡ്രിയാനും കൂട്ടരുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തടാകത്തിലാണ് തെരച്ചില് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവർ പോകുന്നത് മിസ്റ്റർ സാർണോയുടെ വീട്ടിലേക്കാണ്. ഈ സമയം മജീദിന്റെ ഓഫീസിൽ നിന്നും ഇക്കാളും നിക്കിയും കൂടി ചേർന്നിട്ട് ഇതിനു മുമ്പ് ആ ഒരു നാട്ടിൽ മരിച്ചിട്ടുള്ള എല്ലാ കുട്ടികളുടെയും കേസ് ഡയറി ഒക്കെ എടുത്ത് പരിശോധിക്കുന്നുണ്ട്. മിസ്റ്റർ സാർണോ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. അവന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ള ഈ ഒരു അന്വേഷണ സംഘം അവനെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. എന്തോ ഒരു സംശയം അപ്പോൾ തന്നെ നമ്മുടെ ആൻഡ്രിയന് തോന്നുന്നു. അവനെങ്ങനെ ആ ഒരു വീട് മൊത്തം അരിച്ചു പെറുക്കുമ്പോൾ അവിടെ ഇവിടെയായിട്ടൊക്കെ കത്തികൾ കിടക്കുന്നതും അതുപോലെ തന്നെ കിനാന്റെ ഒരു ജാക്കറ്റും അവിടെ നിന്ന് ആഡ്രിയന് കിട്ടുന്നു. അതോടുകൂടിയിട്ട് അന്വേഷണ സംഘത്തിന് ഒരു കാര്യം ഉറപ്പായി. കിനാൻ കാണാതായതിന് പിന്നില് ഈ ഒരു മിസ്റ്റർ സാർണോ ആണെന്ന്. അവനെ എത്രയൊക്കെ ചോദ്യം ചെയ്തിട്ടും ഇവൻ ഒരു കാര്യവും തുറന്നു പറയുന്നില്ല. എനിക്കിത് തടാകത്തിന് അരികിൽ നിന്ന് കിട്ടിയതാണ്, അത് മാത്രമേ അവൻ മൊഴിയുന്നുള്ളൂ. അപ്പോഴാണ് മജീദിന് ഒരു ഫോൺ കോൾ വരുന്നത്. തടാകത്തിൽ നിന്ന് ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. അത് ആരുടേതാണെന്ന് അറിയാനായിട്ട് ഇപ്പോ മജീദും പിന്നെ ആഡ്രിയനും കുടുംബവും ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ്. മജീദാണ് ആദ്യം കയറി കണ്ടത്. അത് നിങ്ങളുടെ മകന്റെ മൃതദേഹമല്ല, അതൊരു പെൺകുട്ടിയുടേതാണ്. ഇത് കേട്ട നിക്കി ആകട്ടെ മോർച്ചറി റൂമിലേക്ക് കയറുകയാണ്. എന്നിട്ട് ആ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം നോക്കുമ്പോൾ അവൾക്ക് ഒരു കാര്യം മനസ്സിലായി. കുറച്ചു നേരം മുമ്പ് ആ ഒരു കേസ് ഡയറിയിൽ കണ്ടിട്ടുണ്ടായിരുന്ന അതേ പെൺകുട്ടിയാണ് ഇവിടെ കിടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അതായത് സിനിമയുടെ തുടക്കത്തിൽ ഒരു ദമ്പതികളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവരുടെ മകളായിട്ടുള്ള റാണിയായിരുന്നു അത്. പെട്ടെന്ന് ഇവളുടെ ബാഗിനുള്ളിൽ കിടക്കുന്ന ആ ഒരു ജയിലങ്കുങ് എന്ന് പറയുന്ന പാവയുണ്ടല്ലോ, അത് ശബ്ദിക്കാനായിട്ട് തുടങ്ങി. ഇവളുടെ അനിയന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു തുണി ഇവൾ പൊക്കി നോക്കുകയാണ്. തന്റെ അനിയനെയാണ് ഇവൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്നെ രക്ഷിക്കൂ ചേച്ചി, ഞാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് പേടിച്ച നിക്കി ആകട്ടെ മോർച്ചറി റൂമിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. അവിടെ തന്നെ ഇക്കാളും ഉണ്ടായിരുന്നു. അവനോട് ഇവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. വീണ്ടും ഇവര് മോർച്ചറിയിലേക്ക് കയറിയിട്ട് ആ ഒരു തുണി പൊക്കി നോക്കി. അപ്പോ അതിനടിയിൽ ഉണ്ടായിരുന്നത് അന്ന് മരിച്ച റാണി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു. പിന്നീട് കാണിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സജിന വീട്ടിലാണെന്നുണ്ടെങ്കിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് സാന്ദ്ര കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്റെ മകൻ എങ്ങാനും ഈ വഴി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അവന് നൽകണം, അവനൊരിക്കലും വിശന്നിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് സാന്ദ്ര അവിടെ നിന്ന് മടങ്ങാനായിട്ട് നിൽക്കുമ്പോൾ അവൾക്ക് നല്ല രീതിയിലുള്ള വയറുവേദന ഉണ്ട്. നിങ്ങളിപ്പോ പോകണ്ട, കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം സജീന സാന്ദ്രയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. മറുവശത്ത് ഇൻസ്പെക്ടർ ഓഫീസിൽ ഇക്കാളിന്റെ സഹായത്തോടു കൂടിയിട്ട് നിക്കി അവിടെ ഉണ്ടായിരുന്ന എല്ലാ തെളിവുകളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ ഒരു ജയിലങ്കുങ്ങിൻ്റെതായിട്ടുള്ള പ്രതിമയുടെ ചെറിയ ഭാഗം ഇവർക്ക് കിട്ടുന്നു. അന്ന് സംഭവിച്ച മരണങ്ങള് ഈ ഒരു പാവയുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. ഇവരെങ്ങനെ ആ ഒരു പാവയെ പരിശോധിച്ചപ്പോൾ അതിന്റെ തലയിൽ നിന്ന് ഇവർക്ക് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടില്ലേ, അതേപോലുള്ള ഒരു കടലാസ് കിട്ടി. അതിലുണ്ടായിരുന്ന ആ ഒരു മന്ത്രം, നമ്മൾ ജയിലങ്കുങ് ഇവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ട്, ഒരു ചെറിയ പാർട്ടി, ഇങ്ങോട്ടേക്ക് വാ എന്നവൾ വായിച്ചു. ഇപ്പൊ തന്നെ ഒരു പോലീസുകാരൻ ഇവര് നിൽക്കുന്ന ആ റൂമിലേക്ക് ഒരു കുറ്റവാളിയും കൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾ ഇവനൊന്ന് ശ്രദ്ധിച്ചോണേ എന്നും പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരൻ പോയി. ഈ കുറ്റവാളിയെ അവിടെയുള്ള തൂണുമായിട്ട് ഹാൻഡ് കഫ് ചെയ്തിട്ടൊക്കെയാണ് ആ പോലീസുകാരൻ ഇവിടെ നിന്നും പോയത്. മറുവശത്ത് സജിനയും സാന്ദ്രയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സജിനയുടെ മകള് വയ്യാണ്ട് കിടക്കുകയാണ് തൊട്ടടുത്തുള്ള റൂമില്. അങ്ങോട്ടേക്ക് ഇപ്പോ സജിന കയറി പോകുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം എന്റെ മകളുടെ പേര് ഇങ്കി എന്നാണെന്നും അവർ പറയുന്നു. മറുവശത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ ഈ കുറ്റവാളി അവിടെ ഉണ്ടായിരുന്ന ഒരു ടോർച്ച് ഇവരുടെ നേരേക്ക് അടിക്കുകയാണ്. ഇക്കാളാണെന്നുണ്ടെങ്കിൽ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ട് അയാളുടെ അടുത്തേക്ക് പോയ ആ നിമിഷം തന്നെ മേശപ്പുറത്ത് ഈ ഒരു ജയിലങ്കുങ്ങിന്റെ പാവ തനിയെ ഷെയ്ക്ക് ചെയ്യാനായിട്ട് ആരംഭിച്ചു. എന്ത് പണ്ടാരാണിതെന്ന് അറിയാണ്ട് മൂന്നുപേരും പേടിച്ചു നിൽക്കുകയാണ്. തൊട്ടടുത്ത നിമിഷം ആ ഒരു കുറ്റവാളിയെ അവിടെ ഉണ്ടായിരുന്ന ഒരു പോർട്ടലിൽ നിന്ന് വന്നിട്ടുള്ള എന്തോ ഒന്ന്
പിടിച്ചോണ്ട് പോവാണ്. ആ ഒരു പോർട്ടലിനുള്ളിൽ നിന്നും അനിയനായിട്ടുള്ള കിനാന്റെ ശബ്ദം കേട്ടിട്ടുള്ള നമ്മുടെ നിക്കിയാണെന്നുണ്ടെങ്കിൽ പോർട്ടൽ വഴി അപ്പുറത്തേക്ക് എത്തുന്നു. പിന്നീട് ഇക്കാളും അതുവഴി കടക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും ആ പോർട്ടൽ പെട്ടെന്ന് തന്നെ അടഞ്ഞുപോയി. ഓഫീസർ മജീദും ആഡ്രിയാനും ആണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ സാർണോയും പൊക്കിക്കൊണ്ട് ഇപ്പൊ നേരെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. ഈ മിസ്റ്റർ സാർണോ ആണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ ഉഡായിപ്പാണ്. ഇവന് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമയം പരമാവധി വൈകിപ്പിക്കുന്നുണ്ട്. മറുവശത്ത് ആ ഒരു പോർട്ടലിനപ്പുറത്ത് മറ്റേതോ ലോകത്ത് എത്തിയിരിക്കുകയാണ് നിക്കിയും ആ കുറ്റവാളിയും. സാന്ദ്രയാകട്ടെ ഇപ്പോ സജീനയുടെ പെരുമാറ്റത്തില് എന്തൊക്കെ സംശയം തോന്നിയിട്ട് അവരുടെ പിന്നാലെ പോയി നോക്കുന്നുണ്ട്. മകൾക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്കാണ് അവർ കയറിപ്പോയത്. എന്തിന്റെയോ മാംസമൊക്കെ അടുക്കളയിൽ വെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. മിസ്റ്റർ സാർണയുടെ ഈ ഒരു കാട്ടിക്കൂട്ടിലൊക്കെ കണ്ട ആഡ്രിയാന് ദേഷ്യം പിടിച്ചു. ഇൻസ്പെക്ടർ മജീദിന്റെ ഗണ്ണെടുത്തിട്ട് ഇപ്പൊ അവന്റെ തലയ്ക്ക് നേരെ ചൂണ്ടിരിക്കുകയാണ്. എന്റെ മോൻ എവിടറാ, നീ അവനെ എന്ത് ചെയ്ത്? ഒരു വിധത്തില് മജീദ് ഇപ്പൊ നമ്മുടെ ആഡ്രിയാനെ സമാധാനിപ്പിക്കുന്നു. ഇതേ സമയം പോർട്ടലിനപ്പുറത്തുള്ള ലോകത്താണെന്നുണ്ടെങ്കിൽ നിക്കിയുടെ കൂടെയുള്ള ആ കുറ്റവാളിയെ എന്തോ ഒന്ന് പിടിച്ചുകൊണ്ടു പോകുന്നു. മറുവശത്ത് സാന്ദ്രയാകട്ടെ സജീന പോയ റൂമിലേക്ക് പോയി നോക്കുമ്പോ അവിടെ വളരെ നീളം കൂടിയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ മൃതദേഹം മമ്മീസിനൊക്കെ സൂക്ഷിക്കില്ലേ, അതുപോലെ സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. സജീന അപ്പോ നടന്ന കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങി. 20 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ മകളായിട്ടുള്ള ഇങ്കിയെ ഈ നാട്ടിലുള്ള എല്ലാവരും കളിയാക്കാനായിട്ട് ആരംഭിച്ചു. സംഭവം മറ്റൊന്നുമല്ല, ഇങ്കിക്ക് നല്ല പൊക്കമുണ്ട്. ചെറിയ പൊക്കമൊന്നുമല്ല, അവളുടെ അമ്മയുടെ ഇരട്ടി പൊക്കാണ് അവൾക്കുള്ളത്. എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇങ്കിയെ എല്ലാവരും കളിയാക്കും, പ്രത്യേകിച്ച് നാട്ടിലുള്ള കുട്ടികൾ. അപമാനം താങ്ങ വയ്യാതെ ഈ പെൺകുട്ടിയാകട്ടെ തടാകത്തിൽ ചാടി മരിക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം പിടിച്ച നമ്മുടെ ഇങ്കിയുടെ അമ്മയായിട്ടുള്ള സജീന ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ഒരാളെ കാണുന്നു. ജയിലങ്കുങ് എന്ന് പറയുന്ന ആ പാവയെ സ്വന്തമാക്കുന്നത് അവിടെ നിന്നാണ്. ബ്ലാക്ക് മാജിക് ചെയ്യുന്ന മിസ്റ്റർ സാർണോ ആണ് സജീനയ്ക്ക് അത് നൽകിയത്. അങ്ങനെ ജയിലങ്കുങ് പാവ ഉപയോഗിച്ചിട്ട് തന്റെ പോയിട്ടുള്ള മകളുമായിട്ട് സജീന കോണ്ടാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. മകള് ആ ലോകത്ത് ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള സജീനയാകട്ടെ ഈ ഒരു പാവ എവിടെയെങ്കിലും കൊണ്ടുവന്നിടും. അതെടുക്കുന്ന ആ നാട്ടിലെ ഏതെങ്കിലും കുട്ടി അപ്പൊ തന്നെ പോർട്ടലും തുറന്ന് അങ്ങോട്ടേക്ക് വരുന്ന ഈ ഒരു ഇങ്കിയുടെ പ്രേതം പിടിച്ചോണ്ട് പോവുകയും ചെയ്യും. ഇതെല്ലാം കേട്ട സാന്ദ്രയാകട്ടെ അപ്പൊ തന്നെ വിളിച്ച് ഇക്കാളിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. ഇതേ സമയം പോർട്ടലിനപ്പുറത്തുള്ള ലോകത്താണെന്നുണ്ടെങ്കിൽ തന്റെ അനിയനായിട്ടുള്ള കിനാനെ ഇപ്പൊ നിക്കി കണ്ടെത്തുകയാണ്. പക്ഷെ പ്രേതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കുറ്റവാളിയെ ഈ പ്രേതം അപ്പൊ തന്നെ തീർത്തു കളയുകയാണ്. ഇത് കണ്ട് പേടിച്ച നിക്കിയാകട്ടെ തന്റെ അനിയനെയും കൂട്ടിയിട്ട് ഇപ്പൊ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് ഓടിക്കയറുന്നു. എന്നിട്ട് ജയിലങ്കുങ്ങിന്റെ ഈ ഒരു പ്രതിമയും എടുത്തിട്ട് അവൾ ആ ഒരു കടലാസ് വായിച്ചു. തൊട്ടടുത്ത നിമിഷം തന്നെ ആ ഒരു പോർട്ടല് വീണ്ടും ഓപ്പൺ ആവുകയാണ്. ഇവളുടെ പുറകിലായിട്ട് ഇവർ രണ്ടുപേരും നമ്മുടെ ലോകത്തേക്ക് തിരിച്ചെത്തുന്നു. ഇപ്പോഴും ആ ഒരു പോർട്ടല് അടഞ്ഞിട്ടില്ല. അങ്ങോട്ടേക്ക് ഇങ്കിയുടെ ആ ഒരു കൊടൂര പ്രേതം വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ നിക്കി ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ജയിലങ്കുങ്ങിന്റെ പാവ എടുത്തിട്ട് ഈ ഒരു ഇങ്കി പ്രേതത്തിന്റെ തലക്കിട്ട് ഒരൊറ്റ കുത്ത്. അതോടുകൂടിയിട്ട് ആ പ്രേതം അവിടെ നിന്നും പോവുകയും പോർട്ടൽ അടയുകയും ചെയ്തു. എന്റെ മകളെ നിങ്ങൾ എന്താണ് ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് സജീന ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒടുക്കത്ത കലിപ്പ്. അവിടെ ഉണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചിട്ട് ഇവരെല്ലാവരെയും തന്നെ ആക്രമിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴേക്കും ഇക്കാളും അങ്ങോട്ടേക്ക് എത്തി വണ്ടിയുമായിട്ട്. ഒരുവിധം സജീനയെ കീഴ്പ്പെടുത്തി അവിടെ നിന്നും വണ്ടിയുമെടുത്ത് പോകാനായിട്ട് നിൽക്കുമ്പോൾ സജീന വീണ്ടും കത്തിയുമായിട്ട് ഇവർക്ക് നേരെ വരുന്നു. ഇക്കാള് പെട്ടെന്ന് തന്നെ ആ ഒരു വാനെ ഓടിക്കാനായിട്ട് തുടങ്ങി. സജീന അതിനുള്ളിലേക്ക് കയറുകയും ഇവരെ കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ലാസ്റ്റ് ആ ഒരു ഡാമിനടുത്തുണ്ടായിരുന്ന ചെറിയൊരു കവാടം ഉണ്ടല്ലോ, അവിടെ എത്തിയിട്ടുണ്ട്. സജീനയുടെ തറ ഇപ്പൊ പുറത്താണ്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഇക്കാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കവാടത്തിലൂടെ വളരെ വേഗത്തിൽ വണ്ടി ഓടിക്കുന്നു. സജീനയുടെ തലയുടെ കാര്യം ഏകദേശം തീരുമാനമായി. കവാടം കഴിഞ്ഞ ഉടനെ തന്നെ സജീനയുടെ ബോഡി ഇവര് അവിടെ ഒറ്റ തട്ടിട്ടതിന് ശേഷം വണ്ടിയും എടുത്ത് അവിടെ നിന്നും പോകുന്നു. ഇൻസ്പെക്ടർ മജീദാകട്ടെ ഈ ഒരു കേസൊക്കെ നൈസായിട്ട് ഒതുക്കി തീർത്തു. ഈ ഒരു നാട്ടിൽ നിന്ന് പോകുമ്പോൾ നിക്കിക്ക് ഒരേ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, ഇക്കാളിനെ പിരിയേണ്ടി വരുമല്ലോ. ഇവര് പോകാൻ നേരത്ത് കെട്ടിപ്പിടുത്തൊക്കെ കാണുമ്പോൾ അനിയനായിട്ടുള്ള കിനാനും അച്ഛനും അമ്മയും ഒക്കെ തന്നെ ഇപ്പൊ നിക്കിയെ കളിയാക്കുന്നുണ്ട്. വീണ്ടും ഒരു ദിവസം നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് അവര് അവിടെ നിന്നും ഇറങ്ങി. പോകുന്ന വഴിയിൽ ഒരു കൊടും വളവുണ്ടായിരുന്നു. വണ്ടി വളവ് തിരിഞ്ഞ ഉടനെ തന്നെ ഒരാളെ കാണിക്കുന്നുണ്ട്. മറ്റാരുമല്ല മിസ്റ്റർ സാർണോ. അയാളുടെ കയ്യിൽ ജയിലങ്കുങ്ങിന്റെ ഒരു പാവയും ഉണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് പുള്ളിക്കാരൻ എന്തോ പറയുന്നുണ്ട്. പാവം നമ്മുടെ ആഡ്രിയനെയും കുടുംബത്തെയും കാത്തിരിക്കുന്നത് ഇനി എന്താണാവോ. ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. ജയിലങ്കുങ് സൻഡീകല 2022 എന്ന് പറയുന്ന സിനിമയാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ ബൈ ബൈ.